ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നീച്ചി ബ്ലോഗ്സ്. അപ്പോൾ അതാ ഞാൻ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോകാൻ കേട്ടോ. എങ്ങോട്ടാ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വയ്യെ പറയാം. ഞാനും അച്ഛനും ചേച്ചിയും അമ്മയും കൂടിയാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇക്കാണ് നമ്മൾ കൊടുവള്ളി ടൗണാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊടുവള്ളി സ്റ്റാൻഡ് കാണാം. അപ്പോൾ നമ്മൾ നേരെ ആ കൊടുവള്ളി റൂട്ടിലാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബസ് അവിടെ കാണുന്ന നീല ബസ് ഉണ്ടല്ലോ ഗൈസ്, അത് കൊടുവള്ളി സ്റ്റാൻഡിലേക്കുള്ള ബസ്സാണ്. അതാ ബസ് തിരിയുന്നു. ഈ കൊടുവള്ളി സ്റ്റാൻഡിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊടുവള്ളി മക്കാമയും കാണാം കേട്ടോ. അതാ ഗൈസ് ബസ് തിരിഞ്ഞ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. അങ്ങനെ അതാ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടുവള്ളി മക്കാമ കാണാം. അതേ കേസ് അവിടെ കാണുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഇതാണ് നമ്മളെ കൊടുവള്ളി മക്കാമ. അങ്ങനെ ഇതാ നമ്മൾ മക്കാമ കഴിഞ്ഞ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് അധികം പോകാനുണ്ട് ഗൈസ്. നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുറച്ച് വയനാട്ടിലൊക്കെ പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ താമരശ്ശേരി എത്തി. അപ്പോൾ താമരശ്ശേരി മൈജിയാണ് ഈ കാണുന്നത്. അങ്ങനെ ഗൈസ് ആ കാണുന്നത് നമ്മൾ താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ്. ആ KSRTC കയറുന്നത് കാണുന്നില്ല ഗൈസ് നിങ്ങൾ? അതെ, കാണുന്നതാണ് നമ്മൾ താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടുന്ന് കുറച്ച് വെള്ളം എടുത്തത് ഈ വീട്ടുകാർ പുറത്തേക്ക് വെള്ളം വെച്ചാണ് യാത്രക്കാർക്ക് വേണ്ടിയിട്ട്. ഗൈസ് അത് നോക്കൂ, വലിയൊരു മല. ഇങ്ങനെയുണ്ട് ഗൈസ് കാണാൻ. അങ്ങനെ ഗൈസ് നമ്മളിതാ ഈങ്ങാപ്പോ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി സീനറി ആയിട്ടുള്ള മലയൊക്കെയാണ്. പിന്നെ നോക്ക് ഗൈസ്, ആ മരം കാണാൻ നല്ല ഭംഗിയുള്ള മരം. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ചുരം കയറാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് വയനാട് ചുരം കയറാൻ പോകുന്നത്. ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഗൈസ് നമ്മൾ ഒന്നാം വളവ് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വളഞ്ഞ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോകുന്ന കാണാൻ നല്ല അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാടുകളും മലകളും കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ്. നമ്മൾ രണ്ടാം വളവിലെത്താനായി. പിന്നെ രണ്ടാം വളവ് എത്തിയൊരു വലിയ വളവായതുകൊണ്ട് നമ്മളതൊക്കെ ചരിഞ്ഞ് പോകുന്നൊരവസ്ഥയാണ്. നമ്മൾ ക്യാമറ വരെ കുലുങ്ങും. അതായത് ക്യാമറമാൻ അടക്കം കുലുങ്ങിയിട്ടുള്ള ഒരു കുലുക്കമാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. കാടും മലകളുമായുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ വല്ല കവിവചനങ്ങൾക്കും പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ പറയുന്നത് കേൾക്കാൻ? അങ്ങനെ നമ്മൾ ഗൈസ് അങ്ങനെ മൂന്നാം വളവിലെത്തിയിട്ടുണ്ട്. മൂന്നാം വളവിലെത്തിയപ്പോൾ ഗൈസ് അതാ ഒരു ബസ് അവിടെ നിർത്തിയിരിക്കുന്നു. എന്താ കംപ്ലൈൻ്റ് ആയിട്ട് നിർത്തിയിട്ടാട്ടോ. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് തിരിച്ച് നീപ്പി മൂന്നാം വളവ് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മലകളാണ് ഗൈസ് കാണാൻ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോയി ഇതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ കുറേ പണ്ട് വയനാട് വന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ നാലാം വളവിലെത്തി. നാലാം വളവിൻ്റെ അവിടെ കുറേ പീടികകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും വളഞ്ഞിതാ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചുരം കയറുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് കാടും മലയൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അത് നമ്മൾ അഞ്ചാം വളവിലെത്തി. ഞാൻ ഇങ്ങനെ 6, 7, 8, 9 ഇങ്ങനെ എണ്ണീറ്റാണ് കേട്ടോ ഞാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും കുറേ പേര് വയനാട് പോയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യമാർ അങ്ങനെ ആദ്യമായി വയനാട്ടിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ വയനാട് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന മാതിരിയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്നോട് അമ്മ ഒരു കാര്യം പറഞ്ഞു, ഈ വയനാടിൻ്റെ ഈ ചുരം ഒരാൾ ഒറ്റയ്ക്ക് വെട്ടിയുണ്ടാക്കിയതാണെന്ന്. അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടോ. അങ്ങനെ നമ്മൾ ആറാം വളവിലെത്തി നേരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആറാം വളവ് നമ്മൾ രണ്ടാം വളവിൻ്റെ ഇത്തിരി അങ്ങോട്ട് വളയാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. എനിക്കല്ല, ഞാൻ എൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, 2 ചേട്ടന്മാർ സൈക്കിൾ ചവിട്ടി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ 7ആം വളവ് കടന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ് നമ്മൾ 8ആം വളവും കടന്നിരിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ 8ആം വളവ് എത്തിയാണ്. കുറേ കുരങ്ങന്മാരെ കാണുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കയ്യിലുള്ള ഒരു ബ്രെഡ് നമ്മളൊരു കുരങ്ങനെ കൊടുക്കുന്നുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ കുരങ്ങൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആ കുരങ്ങനെ മനസ്സിലായി ഗൈസ് നമ്മൾ ഫുഡ് കൊടുക്കാൻ വന്നാൽ കുരങ്ങൻ ചാടി വരുന്നു. അങ്ങനെ നമ്മൾ ആ കുരങ്ങനെ ബ്രെഡ് കൊടുത്ത് ആ ബ്രെഡ് തിന്നുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ കേസ് നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി. പിന്നെ ഒരു കാര്യം കേസ്, ഞങ്ങൾ കയറുമ്പോൾ കുറേ വണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല കേസ്. അങ്ങനെ ആ കാണുന്നതാണ് കേസ് നമ്മളെ മർക്കസ് നോളജ് സിറ്റിയാണ് ആ കാണുന്നത്. അങ്ങനെ നല്ല അടിപൊളി കാഴ്ച കണ്ട് നമ്മളിങ്ങനെ കയറി പോവുകയാണ്. പിന്നെ ഇത് 9ാം വളവാണ് കേസ്. അങ്ങനെ നമ്മൾ 9ാം വളവും കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 9ാം വളവ് കഴിഞ്ഞതിന് നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ നിർത്തി കാഴ്ചയൊക്കെ കണ്ടിട്ട് പോകണമല്ലോ. നല്ല അടിപൊളി സീനിയർ ആയിട്ടുള്ള കുറേ മലകളും പിന്നെ അതാ വണ്ടി വരുന്നതൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ നിർത്തിയത് ആ വണ്ടി വരുന്നിടത്തിലായിരുന്നു. ആ വണ്ടി വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ 9ാം വളവ് കയറി ഇതാ മേലെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കേസ് നമ്മൾ വയനാടിൻ്റെ എൻട്രി പോസ്റ്റ് കടന്നിരിക്കുകയാണ് കേസ്. നമ്മൾ വയനാടിൻ്റെ സ്വീകരണമൊക്കെ സ്വീകരിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വയനാട് വെട്ടിയ പക്ഷേ വയനാട് ചുരം ഉണ്ടാക്കിയ അയാൾ മറ്റേ എന്താ പണിയൻ നട്ടാട്ടോ പേര് പറഞ്ഞ അമ്മ. അങ്ങനെ ഞാൻ അവിടെ പൈസ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതാണത്. അയാളവിടെ എന്താണ് സംഭവിക്കാറിയത്തില്ല. അങ്ങനെ അങ്ങനെ കേസ് നമ്മളിതാ ഫസ്റ്റ് പോയത് പൂക്കാട് ലേക്കിലേക്കാണ്. അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് നടക്കണം കേട്ടോ. അവിടെ അടുത്തൊന്നും പാർക്കിംഗ് ഇല്ല. അങ്ങനെ നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. പിന്നെ അവിടെ കയറിയതിന് ശേഷമുള്ള കൊമ്മിൻ്റെ കളികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേസ്. പിന്നെ അവിടെ കയറി ചെല്ലുന്നിടത്ത് തന്നെ കുറച്ച് ബീഡിയ ഐറ്റംസും ഇരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈച്ചിനോട് എന്തോ പറഞ്ഞു. അപ്പം എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് കേസ് നമ്മൾ പൂക്കാട് തടാകം അല്ലെങ്കിൽ ലേക്ക്. പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പൂക്കാട് തടാകം ഇങ്ങനെ ചുറ്റി അത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അതേ സ്ഥലത്ത് വന്ന് നിൽക്കുന്ന മാതിരിയുള്ളൊരു നടത്തുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്നത് നല്ല സുഖമുള്ള കേട്ടോ. തണലും അത്യാവശ്യം നല്ല കാറ്റൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ കണ്ടു ഗൈസ്. ആരാന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. മലയണ്ണനാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ചധികം നടക്കാനുണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ കൂടെ നല്ല മറ്റേ കട്ട വിരിച്ച മാതിരിയുള്ള നടപ്പാതയാണ്. അതുകൊണ്ട് നല്ല സുഖമായിട്ട് നടന്നു വരാം. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നടുക്കെത്തിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളത്തിൻ്റെ അകത്ത് എന്തോ ആമ്പലോ എന്തോ ഉണ്ട് ഗൈസ്. അതിങ്ങനെ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങി അവിടെ തന്നെ വന്ന് നിന്ന് നമ്മളിതാ പീടിയെന്ന് പോക്കോൺ വാങ്ങി. അങ്ങനെ പോക്കോണും കൈ പിടിച്ച് തിന്നുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേസ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. നമ്മൾ ബോട്ടിങ്ങിനൊന്നും കയറിയില്ല. ഞങ്ങൾക്ക് ബോട്ടിങ്ങിന് കയറാൻ ആർക്കും അങ്ങനെ മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. പിന്നെ ഞാനങ്ങനെ നടന്നു വരുന്ന പഠിച്ചതാണ് ഞങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഗൈസ് നമ്മൾ നല്ല തണലുള്ള സ്ഥലത്ത് കഞ്ഞി കുടിക്കാൻ നിർത്തി. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കഞ്ഞൊക്കെ എടുത്ത് കഴിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുള്ള് സെറ്റിൽ ഇറങ്ങി തിരിച്ചാണ്. അതായത് ആ കഞ്ഞിയൊക്കെ കുടിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് കണ്ണട വെച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണട എടുത്ത് വെച്ചു. പിന്നെ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? നല്ല അടിപൊളി തേയിലത്തോട്ടമാണത്. നല്ല അടിപൊളി തേയിലത്തോട്ടമൊക്കെ കണ്ടിട്ടുള്ള നല്ല അടിപൊളി കാഴ്ചയാണ്. അത് ആ ഭംഗിയിലുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഈ കാണുന്ന വെയിലുണ്ടെങ്കിൽ അവിടെ വെയിലിൻ്റേതായിട്ടുള്ള ചൂട് നല്ല തണുത്ത കാറ്റുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ്സൊക്കെ താത്തിയിട്ടിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് സ്ഥലത്തെത്തി. അവിടെ കുറച്ച് നടന്നൊരു വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് തന്നെ എനിക്ക് തൊപ്പി വാങ്ങാൻ പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ നല്ലൊരു തൊപ്പിയൊക്കെ വാങ്ങി. പിന്നെ ഏച്ചിനോട് പറഞ്ഞില്ല ഗൈസ് വീഡിയോ ആണ് ഫോട്ടോ അല്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ നേരെ നടന്ന് പിന്നെ അവിടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ നടന്ന് പിന്നെ അവിടെ വണ്ടി ഉണ്ട് കേട്ടോ. നമുക്ക് പൈസ കൊടുത്തിട്ട് വേണേൽ മേലെ പോയി വണ്ടിയിൽ പോയി കയറാം. പക്ഷെ എന്തിനാ നമ്മൾ നമ്മൾ നല്ല കാഴ്ചയൊക്കെ കണ്ട് നടക്കുന്നതല്ലേ നമുക്ക് അതിൻ്റേതായ നല്ല വ്യായാമമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ തൊപ്പൊക്കെ വെച്ച് ഷോയൊക്കെ കാണിച്ച് നടക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം നടക്കാനുണ്ട്. വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ കുറച്ചധികം നടക്കാനും വലിയൊരു സ്റ്റെപ്പ് കയറാനും ഉണ്ട് നമുക്ക്. മേളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ കാറ്റുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തൊപ്പി വെറുതെ തലയിൽ വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ അപ്പുറത്ത് കാണുന്ന ആരാന്നറിയോ ഗൈസ്? നിങ്ങൾ കാണുന്ന തലയിലൊരു തോർത്തൊക്കെ വെച്ചിട്ട് അതിൻ്റെ അച്ഛനാണ്. അച്ഛനെ ഓടുകയാണ് ഗൈസ് അതിൽ കൂടെ. ഞാൻ വെറുതെ അവിടെ കൂടെ സ്റ്റെപ്പ് വെറുതെ കയറി പോന്നു. നമ്മൾ മേലെത്തിയ സമയത്ത് ചെറുതായിട്ട് എൻ്റെ തൊപ്പി പാറിപ്പോയി. പിന്നെ മറ്റേ
തലയിൽ ഇടുന്ന മുഖത്ത് കൂടെ ഇടുന്ന ഇതുണ്ടല്ലോ, പിന്നെ അത് എടുത്തിട്ടു ഗൈസ് ആ വള്ളി. അങ്ങനെ ഭയങ്കര കാറ്റാണ്, നമുക്ക് നമ്മളെ മുടിനെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തക്കത്തുള്ള കാറ്റാണ് ഗൈസ് അവിടെ. അങ്ങനെ നമ്മൾ അവിടെ തൊട്ട് ആ അറ്റം വരെ നടന്നു. പിന്നെ ഗൈസ് നമ്മൾ ബാണാസുര ഡാമിലാണ് വന്നത്. ഡാമിൽ കുറച്ച് വെള്ളം കുറവാണ് ഗൈസ്, എന്നാലും വെള്ളം അത്യാവശ്യത്തിനുണ്ട് താനും. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് ഇത് മേലെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഗൈസ് നമ്മൾ കാണുന്നത്. പിന്നെ അവിടെ അല്ലാതെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അതിലൊന്നും കയറിയില്ല. അങ്ങനെ ഞാൻ അവിടെ ഒരു തിണ്ടുമാരിയുള്ള ഇതുണ്ടെങ്കിൽ അവിടെ കയറി കുത്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ പ്ലേസിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ കുറച്ച് ട്രീ ഇങ്ങനെ വെച്ചൊരു സംഭവം കണ്ടു. ഞാൻ അവളോട് പറഞ്ഞു അങ്ങോട്ട് പോകാമെന്ന്. അവൾ ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോയോടത്തുനിന്ന് അവൾ എന്നെ പിടിച്ച് ഇങ്ങോട്ടാക്കി. അങ്ങനെ കേസ് ഞാൻ ഊഞ്ഞാലായിരുന്നാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഊഞ്ഞാലാടെ ഇരുന്നിട്ട്, പക്ഷേ ഞാൻ ഇറങ്ങിപ്പോകുന്ന കേസ്, അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഊഞ്ഞാലാടാൻ കഴിഞ്ഞില്ല. അവിടെ ഒരുപാട് ഊഞ്ഞാലാടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ കുട്ടികളുടെ ആക്ടിവിറ്റീസാണ് ഈ ഞാൻ ഊഞ്ഞാലാടുന്നതിൻ്റെ അപ്പുറത്ത് കാണുന്നത്. അത് നമ്മൾ അവിടെയൊക്കെ കണ്ട് നല്ല അടിപൊളി കാറ്റൊക്കെ ആയിട്ട്. പിന്നെ അവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളെ ക്രിസ്മസ് ട്രീൻ്റെ മാതിരി ഒരു ട്രീ ഉണ്ട് കേസ്. ഞാനത് കണ്ടപ്പോൾ പറഞ്ഞു ക്രിസ്മസ് ട്രീ ആണെന്ന് തോന്നി, എനിക്കറിയത്തില്ല. ഇതാണ് ആ ഡാമിൻ്റെ ഷട്ടർ ഗേസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊരു പള്ളി കണ്ടിട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടേക്ക് ഇറങ്ങി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞേരം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മളിപ്പോഴാണ് കേട്ടോ ശരിക്കും ഫുഡ് കഴിക്കുന്നത്. അല്ലാതെ നമ്മൾ എന്താ പറയുക കുറച്ച് അല്ലാതെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടായിരുന്നു ഇത്രയും നേരം യാത്ര ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിന് നേരെ ചുരം ഇറങ്ങാൻ പോയപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിർത്തിയായിരുന്നു. അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. നമ്മൾ അവർക്ക് കുറച്ച് മുറുക്കൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഉള്ള രീതി ദായൻ്റെ ശേഷമാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരത്തെ വ്യൂ കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല മൂടിയ എന്താ പറയുക. പിന്നെ കേസ് നമുക്ക് കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടിയിരുന്നു, ചെറിയ ബ്ലോക്ക്. അതായത് വലിയ ലോറീൻ്റെ ഒക്കെ ബാക്കിൽ പെടുമ്പോൾ ബ്ലോക്ക് കിട്ടിയിരുന്നു. അത് തന്നെ കേസ് നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നേരെ ഇറങ്ങിയത്. നല്ല അടിപൊളി സണ്ണിനെ കണ്ടിട്ടോ, നല്ല ഫുൾ സണ്ണാണ് എപ്പോഴും ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ചെറിയൊരു ട്രിപ്പായിരുന്നു, 1 ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോവാണ്. ഓക്കെ ബൈ, സി യു.